എടാ ബൈക്കറാണെന്ന് പറയണമെങ്കിൽ കർഡിങ്ങളെ പാസ് ഒന്നും പോകണ്ട. എടാ അറ്റ്ലീസ്റ്റ് ബോഡി മട്ടെങ്കിലും പോയിട്ട് വാ. ഞങ്ങൾ നെക്സ്റ്റ് ഇയർ ഹിമാലയൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഹിമാലയത്തിൽ പോകാൻ നീ എന്താ സന്യാസിയോ? എടാ നിങ്ങൾ തവാങ്ങിന് പോകും, തമിഴ്നാട്ടിലെ കൊള്ളി ഹിൽസെങ്കിലും പോയിട്ട് വാ. എല്ലാത്തിനും ഒരു ഹിമാലയൻ പോക്കേ ഉള്ളു ഇപ്പോൾ. ഈ രാവിലെ ഇരുന്ന് വീമ്പ് അടിക്കാതെ പണിയെടുക്കട്ടെ. ഓ അതിന്റെ കോഴ്സ് എന്തായി? ഈ മാർച്ചിൽ തീരും. പ്ലേസ്മെന്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഈ വയസ്സങ്കാലത്തിയാക്കി ഇങ്ങനെ കിടന്ന് പണി എടുക്കേണ്ട ആവശ്യം ഞാനത് നോക്കി നടത്തില്ലേ? അടാ പിന്നെ അല്ലാതെ വേണ്ട, നീ പോയി നിന്റെ പണി അങ്ങ് ചെയ്താൽ മതി. വലിയ സഹായം. ആ ബഷീറത്തിലോ? എന്നാ ശരി, ഞാൻ ഇറങ്ങോട്ടെ. വെള്ളം ഇല്ലല്ലോ, ഫില്ല് ചെയ്ത് തരട്ടെ? ഇത് വെള്ളത്തിന്റെ അല്ല, ഇതിനുള്ള സെറ്റപ്പാ. ഇപ്പൊ മൊത്തം പുതിയ സെറ്റപ്പ് ആണല്ലേ. ജീവിച്ചു പോണ്ടേ? അതെ അതെ. ബഷീറെ, നീ നിന്റെ വാറ്റ് പരിപാടി നിർത്തി കേട്ടോ. കട്ട പോലീസ് മോണിറ്ററിംഗ് ഉണ്ട്. ഞാനത് ആ കോവിഡ് ടൈമിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തല്ലേ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച. ഓ, അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നീ 4 കുപ്പി വാറ്റിയതോ? അതിൽ 2 3500 രൂപയ്ക്ക് ഹൈദരാബാദിലെ സാഹിബിന് കൊടുത്തു. ഒരെണ്ണം 2000 രൂപയ്ക്ക് ഓറിയൻ കൺസ്ട്രക്ഷനിലെ ഹരിസാറിന് കൊടുത്തു. എടാ ഉള്ളതിൽ ഏറ്റവും മോശമാണിത്. അറ്റ്ലീസ്റ്റ് കുടിക്കുമ്പോൾ നല്ലത് എന്തെങ്കിലും കുടിക്കുക. നിനക്കിത് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അതെ, എന്നാ പിന്നെ ഡിലേ ആക്കണ്ട, ഓഫീസിൽ എത്തണ്ടല്ലേ? അല്ല ചാനി, ആ വണ്ടിയുടെ ബാറ്ററി പവർ കൂട്ടിയെന്നൂടെ? അപ്പോൾ എനിക്ക് അതിൽ ഓഫീസിൽ പോകാലോ. നിനക്കതൊക്കെ മതി. വണ്ടി വിടും. ശരി എന്നാ. പോയിട്ട്. നമസ്കാരം, നീരാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പവിത്രൻ. സ്കന്ദപുരം പദ്ധതി അഴിമതി മുതൽ ഇന്ന് സിറ്റിയിൽ നടക്കുന്ന നിരവധി ജനദ്രോഹ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു യുവ ജനപ്രതിനിധിയാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ആ ലിസ്റ്റിലേക്ക് കേൾക്കാൻ അറപ്പ് തോന്നുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത നീരാളി ഇന്ന് പുറത്തുവിടുകയാണ്. ഗണേശ, നാട്ടിൽ നിന്ന് വരുന്നടിയാണോ? കുറച്ച് ലേറ്റായി പോയി. ഗണേശ, ഇത് ഗൗരി, ന്യൂ അപ്പോയിൻമെന്റാ. ഗൗരി, ഇത് ഗണേഷ്, ഇവിടുത്തെ ഗ്രാഫിക് ഡിസൈനറാ. ഹായ് ഗൗരി. ഹായ്. എന്ത് പറ്റിയതാ? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. ഹാഫ് ബോഡി പാരലൈസ്ഡ് ആയിട്ട്. എന്തായി ഗണേശ? കഴിഞ്ഞു. ഇവിടെ ഒരു കറുത്ത കൈ വെച്ചേ. കറുത്ത കൈ. ഇനി ഒരു കുരിശ്, ഇങ്ങനെ ഒരു കുരിശ്. ചുണ്ടിലൊരു പ്ലാസ്റ്റർ കൂടി ഒട്ടിക്ക്. പ്ലാസ്റ്ററോ? പ്ലാസ്റ്റർ. ഇപ്പൊ ഓക്കെ. ഇനി നെപ്പോട്ടിക് MLA എന്ന് ചക്ക അക്ഷരത്തിൽ ഇവിടെ എഴുതി വയ്ക്കുക. സാർ, അത് കുഴപ്പമില്ലേ? 121 കേസുണ്ട് ഈ നീരാളി പവിത്രന്റെ പേരിൽ. ഒന്നുകൂടെ ഇരിക്കട്ടെ, അതും വാർത്തയല്ലേ ഗണേശ? നമുക്ക് സത്യമാണ് വലുത്. ഹലോ, തൽക്കാലം ഇവിടെ നിന്ന് പിടിച്ചു നിൽക്ക്. പിന്നെ പയ്യെ നമുക്ക് നോക്കി വേറെ മാറാലോ. ഈ ന്യൂസ് മൂടിയേക്കാൻ പുള്ളി ഒരു 10 ലക്ഷം ചോദിച്ചതാ. അത് കിട്ടാത്തതിന്റെ കലിപ്പ, വേറെ ഒന്നുമില്ല. അത് നിനക്കെങ്ങനെ അറിയണേ? ഓ, അതൊക്കെ അറിയാം. നീ ഇന്ന് സിനിമയ്ക്ക് വരണ്ടോ? ടിക്കറ്റ് ഉണ്ട്. സിനിമയ്ക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ വരാം. അല്ല പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? ഇവിടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ചോദി, കഴിഞ്ഞ മാസം 11-ാം തീയതി ഇതേ കമലിലിട്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, എനിക്ക് ഇവിടെ ആകെയുള്ള റിലാക്സേഷൻ എന്താണെന്നറിയോ? എന്താ? ജ്യോതി. ചെക്ക അവിടെ ഇത് മതിയോ? നെപ്പോട്ടിക് MLA 10 രൂപ കൊടുത്ത അവനിതൊക്കെ മാറ്റി പറയും. അവനത് കിട്ടാത്തതിൻ്റെയാ. എന്നാൽ അത് കൊടുത്തേക്ക്. PR ടീം വഴി ഓപ്പറേറ്റ് ചെയ്താണ്. നമുക്ക് നേരിട്ടൊന്നും വേണ്ട. ശരിയാ. സ്കന്ദപുരം കമ്മീഷൻ്റെ സിറ്റിങ്ങിൻ്റെ ഇടയിൽ ഇനി ഇതുകൂടി വേണ്ട അല്ലേ? കമ്മീഷൻ സെറ്റിംഗ് നടന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്ന് വെച്ചാൽ വലിയ പുരോഗതിക്ക് ചെറിയ ദുരന്തങ്ങൾ അത്യാവശ്യമാണ്. ഇറ്റ്സ് കോൾഡ് ഡാമേജ് കൺട്രോൾ.
ഇതാ മോനെ, ഇതാ അവന്മാർ ഓർഡർ ചെയ്താ, ശമ്പളം കിട്ടിയതല്ലേ, പാർട്ടിയാ. അവന്മാർക്ക് താഴെ വന്ന് വാങ്ങിച്ചാലെന്താ? മോനെ എന്തിനാ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് കുഴപ്പമില്ല, എനിക്ക് രണ്ടെണ്ണം അടിക്കാനുള്ളതല്ലേ. വരുന്ന രവിയായിട്ട് ഒരെണ്ണം അടിക്കാം. വൈകിട്ടാവട്ടെ. ഛോ, മോനെ ഇങ്ങോട്ട്, ഇങ്ങോട്ട് നീ. എന്താണോ മനുഷ്യർക്ക് ഇതുവഴി പോകണ്ടേ? ഇത്ര വഴിയുണ്ടല്ലോ, പോയിക്കൂടെ? ഓരോ സാധനം തള്ളിക്കൊണ്ട് വന്നോളൂ. എടാ, ഇവിടുത്തെ മെയിൻ്റെസ് ആണ് കൊടുത്താൽ ഞാനും ജീവിക്കുന്നത്. വിളിച്ചോണ്ട് പോടും. താൻ പോടും. ഇയാൾ എപ്പോഴുണ്ടല്ലോ. മോൻ എന്തിനാ ഇങ്ങനെ പ്രശ്നം? മോൻ റൂമിലേക്ക് ഇല്ലേ? ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓ, താൻ ഇനി വരണ്ട. ഓ, എവിടെയായിരുന്നു? ഞങ്ങള് കളിക്കായിരുന്നു. നൈസ്. ഇതെന്താ? ഓ, ഇതെന്റെ ഫുഡ്. എനിക്ക് തരോ? ഇല്ല. എന്നാ എനിക്ക് ഇത് വേണം. ഇതും തരില്ല. ഇത് വേണം. ഇതും തരില്ല. നിനക്ക് എന്റെ കാല് വേണം. അത് വേണ്ട. ഇതെനി ശരിയാവോ? ഇത് ശരിയാവില്ല. എന്തെങ്കിലും ഒരു മിറാക്കിൾ ഉണ്ടായ പോരെ? മിറാക്കിളൊക്കെ ഉണ്ടാവും. ആ, ഉണ്ടാവും. ഞാനിപ്പോ പോവാ. പോലെ പോലെ. എനിക്കൊരു 300 രൂപ. അയാൻ. See you. മാസത്തിൽ ഈ ഒരു ദിവസം ആകെ ഒരു സന്തോഷം. നിന്റെ സന്തോഷം അവിടെ ഇരിക്കട്ടെ. ആ റെന്റ് എന്തായി? ഒരാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ചെറിയൊരു ടൈറ്റ്. എടാ, ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനാ? നാളെ രാവിലെ ജോയിസാൻ്റെ അക്കൗണ്ട് പൈസ പോയില്ലെങ്കിൽ ആളെ എനിക്ക് ഫോൺ ചെയ്യും. ആ, ശരിയാക്കാം. ശരിയാക്കണം. ആ, പിന്നെ വാള വെച്ചവൻ തന്നെ വൃത്തിയാക്കണം കേട്ടാ. ഓ ഓ. വിളിച്ചോണ്ട് പോടും. എന്താ പറ്റി ഗണേഷ്? അവർ എൻജോയ് ചെയ്യട്ടെ, നീയും നിനക്ക് പറ്റുന്ന പോലെ എൻജോയ് ചെയ്യണം. കമോൺ, ചേരും. പോസിറ്റീവായ കാര്യങ്ങൾ നോക്ക്. നിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ പാട്ട് ഏതാ? ദ ബൈക്ക് സോങ്. സുന്ദരോ ഹലോ. ഹലോ, ഇത് നിധി ബുക്സ് എന്നാണ്. ആ, ജയ ഗണേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഐഡിയ ഞങ്ങൾക്ക് മെയിൽ ചെയ്തിരുന്നില്ലേ നിങ്ങൾ? അതെ. ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് ഓഫീസ് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒരു 9 മണി. ഞാൻ വരാം. ഓക്കെ, സീ യു ദെൻ. ഓക്കെ മാം.
താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. പെട്ടെന്ന് ഇങ്ങനെ ബാലൻസ് പോയി. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്, ഓക്കെ. സോറി, ഒന്നുമില്ല കേട്ടോ. ഹലോ, അതല്ല, പിന്നെ ഈ നിധി. അതെ, ഞാനാണ്. അല്ല, നിധി ബുക്സ്. അതും ഞാനാണ്. എന്താ? അല്ല മാം, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. എന്നോട് ഇവിടെ വരാൻ പറഞ്ഞല്ലോ. ആര്? അതിന് ഞങ്ങളിപ്പോൾ ബുക്സ് ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. സോറി, എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇതാരാ മോളെ? ആ, അമ്മയാണ് വിളിച്ചിരുന്നത്. ആൻറ്റി, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. നിങ്ങളാണ് ഇതൊക്കെ വരച്ചത്? അതെ, ഇതാണ് ഹാർഡ് കോപ്പീസ്. മോളെ, ഇതാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്. നോക്കി. ജയഗണേഷ് എന്ന കുട്ടിയാണ് ഹീറോ. മറ്റു കുട്ടികളെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കഥയൊന്നും പറയണ്ട. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നീയാണോ തീരുമാനിക്കുന്നത്? തൽക്കാലം ഞാനാ തീരുമാനിക്കുന്നത്. വയ്യാത്ത ആളെ ഇവിടെ വരെ വരുത്തി ബുദ്ധിമുട്ടിച്ച്. ഒരു മോനെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇറ്റ്സ് ഓക്കെ മാം. എൻ്റെ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന്. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ഇതിവിടെ വെക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. സോറി ഫോർ വേസ്റ്റിംഗ് ഔർ ടൈം. എടി, നീ ഇത് നോക്കിയോ? നോക്ക്, നിന്റെ അച്ഛൻ്റെ അതേ വരാ. നോക്ക്, തുമ്പിയുടെ ലാസ്റ്റ് ലക്കത്തിൽ അച്ഛൻ ഇതുപോലൊരു സംഭവം വരച്ച ഓർമ്മയുണ്ടോ? വെള്ളത്തിൻ്റെ കാര്യം വലിയ പ്രോബ്ലമാണ് സാർ. എല്ലാ ടവറിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാത്തിനും ഉണ്ട്. അതെ, ഞാൻ ഓൾറെഡി 4 ദിവസം മുന്നേ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വേണ്ട രീതിയിൽ നോക്കിക്കോളാം. ആയിക്കോട്ടെ, ശരി. ഓക്കെ. എന്റെ ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു സൂപ്പർമാൻ ഡ്രസ് വേണം. ഓക്കെ, ഡൺ. അവന് ചെറിയ കോൾഡ് ഉണ്ട്. സിനിമയ്ക്കൊക്കെ പോണോ? നോ, ഐ ആം ഫൈൻ അമ്മ. ഓക്കെ അമ്മ, പോട്ടെ. നീ തണുത്തൊന്നും കഴിക്കല്ലേ. താൻ ഇവിടെ എവിടെയോ ഈ മുങ്ങി നടക്കുന്നത്? ആ പറഞ്ഞ കാര്യം എന്തായി? ഹേയ് ഹീറോ. അയാൻ, ഹായ്. നീരാളി മീഡിയ ഇല്ലേ, അതിലത്തെ സ്റ്റാഫാ. ഈ വീക്കെൻഡ് ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെയാണ്. ആണോ? ഞാൻ എൻ്റെ നാട്ടിൽ പോവാം. ഹീറോ, എന്റെ പുതിയ കൊട. ഹായ്. പുതിയ അംബ്രല്ല കൊള്ളാലോ. അയാൻ, നമുക്ക് ഇറങ്ങണ്ടേ? ഇന്ന് 150 കിലോമീറ്റർ സ്പീഡിൽ പോണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ നീരാളിയിൽ ന്യൂസ് ആയിട്ട് വരുമോ? അതിന് ഓവർ സ്പീഡിന് സാറിന് പിഴയല്ലല്ലോ, നാട്ടുകാർക്കല്ലേ പിഴ. എന്നാ ശരി, എന്നാ നമുക്ക് പോവാം. അയാൻ, എന്താ? കീപ് ദിസ്. മഴ വരുന്നുണ്ട്. എനിക്ക് വേണ്ട. വെച്ചോളൂ, ഇറ്റ്സ് ഫൈൻ. അയാൻ, കം ഷൂ ഇപ്പോ സ്റ്റാർട്ട് ചെയ്യും. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ജയഗണേഷ് ഗ്രാമത്തിലെ വളരെ ശാന്തനായ കുട്ടിയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. ഐ തിങ്ക് ഹിയസ് എ സ്കിൽ. വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നമുക്ക് ഒരുപാട് കേസുകളിൽ ഉപകാരപ്പെടും. ബട്ട് ഹി ഹാസ് ടു അഗ്രി. അവന് കൂട്ടുകാരില്ലാതായി, ആരുമില്ലാതായി. എല്ലാവരും അവനെ കളിയാക്കി. ഒടുവിൽ അവൻ അവിടെ എത്തി, സിദ്ധ കിണറിനടുത്ത്. ജയഗണേഷിനെ ഏതോ ഒരു ശക്തി ആ കിണറിലേക്ക് മറിച്ചിട്ടു. അവൻ ആഴങ്ങളിലേക്ക്. ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവൻ. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോയതാ. തീരുമാനം. ചെറുക്കൻ ഡെസ്പ് അടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. ഭാഗ്യത്തിന് നാട്ടുകാർ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. ആ നാടിന്റെ വരൾച്ച തപസ് ചെയ്ത് മാറ്റി ആ കിണറിൽ മറിഞ്ഞ സിദ്ധൻ
സിദ്ധൻ ജയഗണേഷിന് അവൻ്റെ ജന്മരഹസ്യം ഓതിക്കൊടുത്തു. ഞാൻ മാക്സിമം അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. വാട്ടർ തെറാപ്പി പഠിപ്പിച്ചു. കാലില്ലെങ്കിലും വെള്ളത്തിൽ നീന്താവും. പിന്നെ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൾട്ടിമീഡിയ പഠിക്കാനും വിട്ടു. കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് കയറി എത്തിക്കൽ ഹാക്കിങ്ങോ സൈബർ സെക്യൂരിറ്റിയോ ഒക്കെ പഠിച്ചു. അവിടെ ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല, പുതിയൊരു ജയഗണേഷിൻ്റെ തുടക്കമായിരുന്നു. ഫൈറ്റ് ചെയ്യട്ടെ. ബാക്കിയുള്ള നാടിനെ ആക്രമിക്കാൻ പൈശാചിക ശക്തികൾ ഉടലെടുത്തു. ശത്രുക്കൾ അവൻ്റെ മുന്നിൽ ചാരമായി. പാർവതി, അമ്മ, സംഭവം പൊളിച്ചു. വെറും ഒരു കോമിക്കിനപ്പുറത്ത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. വെരി ഡീപ് യെറ്റ് വെരി കൊമേഴ്ഷ്യൽ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അമ്മ, അമ്മ ഒരു കാര്യം ചെയ്യ്, അയാളെ ഒന്നുകൂടെ വിളിക്കേ. അത് നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. ഞാനിനി അയാളെ എങ്ങനെ വിളിക്കാനാ? അമ്മ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തെ? സപ്പോർട്ടോ? 2 സ്റ്റാർട്ടപ്പുകൾ പൊട്ടി. ഇപ്പതാ തുമ്പി ആപ്പും പൊട്ടാൻ നിൽക്കുന്നു. അമ്മ പേടിക്കണ്ട. ഗിവ് മീ 6 months. ഈ ആപ്പ് ഒന്ന് ക്ലിക്കായ വിതിൻ 3 months മിനിമം 50 കോടിയെങ്കിലും ടേൺ ഓവർ ഉണ്ടാക്കും നമ്മള്. അതുപോലെ അമ്മ ഡോണ്ട് വറി. മാം, ഓഫീസിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കേസ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എൻ്റെ പുതിയ കഥയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചു. സ്ട്രെയിറ്റായ ഒരു കാര്യം പറയാം. ഇതുപോലെ പല കേസുകളിലും ഗണേഷിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കേസിലും എനിക്ക് എവിഡൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുന്നേ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ക്ലയൻ്റ് ഉണ്ട്. അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ലീക്കായിട്ടുണ്ട്. അത് ഡീപ്പ് ഫേക്ക് ആണെന്ന് ഗണേഷിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? മാം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അയ്യോ, വെറുതെ വേണ്ട. ഞങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ് തരാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കൂടെ? അല്ല ഗംഗേട്ടാ? എടാ, വക്കീലിനെ പോലെ ഒരാൾ ഒന്നും കാണാതെ പറയൂ. നീ നോക്ക്. എന്ന് നോക്കാനാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? മാം, യു മേ ലീവ്. ഓക്കെ, ഗണേഷിൻ്റെ ഇഷ്ടം. എടാ, ആരോടാ നീ ദേഷ്യം തീർക്കുന്നത്? അവസരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അവസരം കുന്തം അതൊക്കെ 8 കൊല്ലം മുന്നേ തീർന്ന. എനിക്ക് വിഷമമില്ലെന്നാണോ നീ പറയുന്നത്? നമുക്ക് സമാധാനിക്കാനേ പറ്റൂ. നീ ഇങ്ങനെ ആയത് ഒരു വിധിയാണെന്ന് വിചാരിക്കാം. എങ്ങനെയായത് പറ. എങ്ങനെയായത്? പറ. I'm a bloody handicapped guy who's lost in life. ഒരു പെണ്ണെന്നെ സ്നേഹിക്കില്ല. എനിക്ക് ശരിക്കുള്ളൊരു സുഹൃത്തില്ല. You know why? ഇവർക്ക് എല്ലാവർക്കും എന്നോട് സിമ്പതി മാത്രമാണ്. ഇതുകൊണ്ട് എന്നത് വെറുതെ വിടാച്ചാ നിങ്ങൾ പറ്റുന്നില്ല. ഞാനിത് അക്സെപ്റ്റ് ചെയ്തു. അച്ഛനും ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഇതെന്റെ ലൈഫാണ്. This is it. ഒരു മാസം എല്ലാ ലിഫ്റ്റിലും വെക്കാം. അത് കഴിഞ്ഞാൽ റേറ്റ് പുതുക്കും. ആയിക്കോട്ടെ. ഇവിടുത്തെ പിള്ളേരുടെ ഇടയിൽ ചേട്ടൻ മാക്സിമം ഒന്ന് പുഷ് ചെയ്യണം. ആ, ഹായ്, എന്നെ ഓർമ്മയുണ്ടോ? ആക്ച്വലി അമ്മയാണ് ജയഗണേഷ് വായിച്ചിരുന്നതേ. ഞാൻ ഇന്നലെയാണ് വായിച്ചത്. ഇറ്റ്സ് എ സ്മാർട്ട് വർക്ക്. ആക്ച്വലി തുമ്പി ആപ്പിൽ ഞങ്ങൾക്കത് ഫീച്ചർ ചെയ്യാൻ താല്പര്യമുണ്ട്. തുമ്പി ആപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഞങ്ങൾ ടോട്ടൽ ആപ്പ് റീവാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ജയഗണേഷ് ഫീച്ചർ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ആപ്പ് രക്ഷമുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റേണ്ടി വരും. അല്ല, ഇന്നത്തെ പിള്ളേരുമായി കണക്ട് ചെയ്യാൻ ഒരു പേര് വേണ്ടേ? ലൈക്ക് ലൈക്ക് ഈ തുമ്പിയുടെ ഇംഗ്ലീഷ് എന്താ? ഡ്രാഗൺ ഫ്ലൈ. ആ ഇൻട്രസ്റ്റിംഗ്. അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ജയഗണേഷ് ഇതിൽ ഫീച്ചർ ചെയ്യാൻ പറ്റുമോ? ഹുക്ക് പോലെ അല്ലല്ലോ, ആപ്പാകുമ്പോൾ ലോകം മുഴുവൻ വായിക്കുമല്ലോ. സോ യു ഡോണ്ട് ഹാവ് ടു സെൽ ടു മീ ലൈക്ക് ദിസ്. ഇത് പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആളില്ല. അതാണ് റൈറ്റ് പീപ്പിൾ മീറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. ഇതിൻ്റെ പൊട്ടൻഷ്യലിൽ എനിക്ക് വിശ്വാസമുണ്ട്. ദിസ് വിൽ ബി ബിഗ്. ലെറ്റ്സ് ബി പാർട്ട്നേഴ്സ്. ബിലീവ് മീ. കം ഓൺ.